കത്തുവയിൽ ഭീകരർക്കായി തിരച്ചിൽ ശക്തമാക്കി സൈന്യവും പോലീസും. നാട്ടുകാരെ ബന്ദിയാക്കാൻ ശ്രമിച്ച ഭീകരൻ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്നുവെന്ന് വിവരം ലഭിച്ചിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് പരിശോധന നടക്കുന്നത്. അനൂപ് ദാസ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനൂപ്, ഗുഡ് മോർണിംഗ്. തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സൈന്യത്തിന്റെ? സനിയാൽ മേഖലയിലാണ് ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമെന്ന് നമുക്ക് പറയാം. ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം. അതായത് നാട്ടുകാരിൽ ചിലരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കാനുള്ള ശ്രമം ഭീകരർ നടത്തിയത്. എന്നാൽ കുറേ ആളുകൾ ഓടിയെത്തിയത് കൊണ്ട് ആ ബന്ദിയാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഭീകരർ പിന്നാക്കം പോവുകയായിരുന്നു. എന്തായാലും 4-5 ഭീകരർ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ സൈന്യത്തിന് മുന്നിലുള്ളത്. സൈന്യവും പോലീസും ചേർന്ന് വ്യാപകമായ പരിശോധന ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നുവെങ്കിലും, പരസ്പരം വെടിയുതിർക്കൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ ഭീകരരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ തന്നെ ഭീകരരുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപക തിരച്ചിൽ നടക്കുന്നത്. എന്തായാലും കൂടുതൽ സൈന്യം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ശരി അനൂപ് ദാസ്. കൂടുതൽ സൈനികർ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നാട്ടുകാരായവരെ ബന്ദികളാക്കാനുള്ള ശ്രമം ഭീകരന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.